അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെ 10ാം ദിവസം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു താൽക്കാലിക ആശ്വാസത്തോടു കൂടി തന്നെ പുറത്തു വരാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്രയും നാളായിട്ടും 10 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് ആ നടപടിക്രമങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. രാഹുൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം നമ്മളിപ്പോൾ താൽക്കാലികമെന്ന് പറയുമ്പോഴും അത് വളരെ വലുതായിരിക്കില്ലേ? പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരുമ്പോൾ പോലും അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നത് തന്നെയാണ് ഈ വിധി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ യുവതിയുടെ പരാതി വന്ന നിമിഷം തന്നെ ഒളിവിൽ പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ മുതൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി ഫയൽ ചെയ്യാൻ, അതായത് മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ തന്നെ സമയമെടുത്തു. പക്ഷേ ആ സമയപരിധിക്കുള്ളിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒളിയിടം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പുതിയൊരു സംഘം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കർണാടകയിലേക്ക് പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ 2-3 സംഘങ്ങൾ കർണാടക കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ധൈര്യമായി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് ഒരു കേസ് കൂടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് അത് അന്വേഷിക്കുന്നത്. പക്ഷേ ആ കേസിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ ഹർജിയും ആ FIR-ഉമായി ബന്ധപ്പെട്ട് ഇതുവരെ ആ അതിജീവിതയുടെ മൊഴി അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയിട്ടുള്ള ഈ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഇമെയിലിനെ അധികരിച്ചുള്ള ഒരു FIR മാത്രമാണുള്ളത്. പരാതിക്കാരി നേരിട്ട് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടില്ല. അതിന് വില്ലിംഗ് ആണ് എന്നുള്ള ഒരു ഇമെയിൽ സന്ദേശം അയച്ചത് മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത്. അതിനപ്പുറം ഒരു മൊഴി രേഖപ്പെടുത്തി അത് കോടതിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ അതിന്റെ അറസ്റ്റ് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ രണ്ടാമതൊരു കേസ് കൂടി ഉണ്ട് എന്നുള്ളൊരു ഭീഷണി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ കേസിലെ ഹൈക്കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ എവിടെയാണെങ്കിലും കർണാടകയിലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ കേരളത്തിലോ ആണെങ്കിലും ഇപ്പോൾ പുറത്തു വരാം. അതിന് തടസ്സമൊന്നുമില്ല. ഹൈക്കോടതി 15-ാം തീയതി കേസ് വാദം കേട്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ പൊതുമധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വരാം. അത് സംബന്ധിച്ച് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികളും കോടതി ഇപ്പോൾ വെച്ചിട്ടില്ല. അതേസമയം ഈ വാദത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഇഴകീറി തെളിവുകൾ അടക്കം പരിശോധിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്ത തെളിവുകൾ, തന്റെ ഭാഗം തെളിയിക്കാനുള്ള തെളിവുകൾ അടക്കം കൊടുത്തിരുന്നു. അപ്പോൾ കോടതി അതിനകത്ത് കണ്ടെത്തിയ 2-3 കാര്യങ്ങളുണ്ട്. സെഷൻസ് കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജി S. നസീറ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആദ്യത്തെ ശാരീരിക ബന്ധം അത് മ്യൂച്വലായിട്ട് രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം നടന്നതാണ് എന്ന് കോടതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് തുടർച്ചയായി നടന്ന ശാരീരിക ബന്ധങ്ങൾ അത് ഏകപക്ഷീയമായിരുന്നു. അതിന് ബലാത്സംഗ സ്വഭാവമുണ്ട്. അത് നഗ്ന ദൃശ്യങ്ങളടക്കം കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് അതിജീവിതയെ വിധേയാക്കിയത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗർഭചിത്രം തൻ്റെ സമ്മതപ്രകാരമല്ല, തൻ്റെ നിർദ്ദേശപ്രകാരമല്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. പക്ഷേ കോടതി പറഞ്ഞത് ഗർഭചിത്രം നിർബന്ധിച്ചാണ് എന്നുള്ളതിന് തെളിവുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു. നീ ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് അതിജീവിതയെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ചാണ് ഗർഭചിത്രം നടത്തിയത്. മാത്രമല്ല ആ ഘട്ടത്തിൽ ഗർഭചിത്രം നടത്തുന്നതിന് അവർ വില്ലിംഗ് ആയിരുന്നില്ല. അത് മാത്രമല്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ ആശങ്കയുണ്ടായിരുന്നു എന്ന് കോടതി അതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിയത് സെഷൻസ് കോടതി. അപ്പോൾ ഇനി ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഈ വാദങ്ങൾ ഏത് രീതിയിലാണ് ഹൈക്കോടതിയിൽ വാദിക്കപ്പെടുക? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പേരിൽ ബലാത്സംഗം നിൽക്കില്ല, തൻ്റെ പേരിലുള്ള ബലാത്സംഗ കുറ്റം നിൽക്കില്ല, നിർബന്ധിച്ചുള്ള ഗർഭചിത്രം നിൽക്കില്ല എന്നുള്ള വാദമാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് കൂടി കോടതി പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് തൽക്കാലം നോട്ട് ടു അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ പരാമർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇനിയിപ്പോൾ വിശദമായ വാദത്തിലേക്ക് പോകുമ്പോൾ